മത്സരത്തിന്റെ ആദ്യ പൗതിക നമുക്ക് മുന്നിൽ പഞ്ചഗുസ്തിയുടെ കരുത്താർജിച്ച് നമുക്ക് മുന്നിൽ ആടിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഏറ്റവും ശക്തിയായ പുരുഷനെ തീരുമാനിക്കുന്ന വിഭാഗത്തിൽ നിന്നും ആദർശ്, 110 കിലോ വിഭാഗത്തിൽ നിന്നും മുമ്പ് ചാമ്പ്യനായിരിക്കുന്ന വ്യക്തി കൂടിയാണ് ദിൽഷാദ്. നമുക്ക് നോക്കാം ആര് വിജയിക്കുമെന്ന്. ദിൽഷാദ്, ആദർശ്. ആവേശകരമായ സീരിയസ് മത്സരമുള്ള പോരാളികളുടെ പോരാട്ടം. പഞ്ചഗുസ്തിയുടെ മത്സര സൗന്ദര്യത്തിൽ കായിക കരുത്തിന്റെ കൈക്കരുത്തിന്റെ മത്സരം ആരംഭിക്കുന്നു. ദിൽഷാദ് ആൻഡ് ആദർശ്. നമുക്ക് നോക്കാം ആര് വിജയിക്കുമെന്ന്. ഉജ്ജ്വലമായൊരു മത്സരമായിരിക്കും തീർച്ചയായും. ആദർശ് കോർട്ടിന്റെ ഇടതുഭാഗത്ത്, ദിൽഷാദ് ഇപ്പോൾ ടേബിളിന്റെ വലതുഭാഗത്ത്. എറണാകുളത്ത് ദിൽഷാദ് വലതുഭാഗത്ത്, ഇടതുഭാഗത്ത് ആദർശ്. ആവേശകരമായ മുൻ ദേശീയ ചാമ്പ്യൻ കൂടിയായ രാഷ്ട്രപതി മെഡൽ കൂടി ലഭ്യമായ വലതുഭാഗത്ത്. തൃശൂർ ആൻഡ് കോഴിക്കോട്, കോഴിക്കോട് ആൻഡ് തൃശൂർ. പ്രിയപ്പെട്ട ചാച്ചു ഷാമിൽ ഘോഷൻ, മഞ്ഞ കളർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട ഷാമിൽ റോഷൻ കോഴിക്കോട്. രണ്ടുപേരും നിരവധി പോരാട്ടങ്ങളിൽ രാജ്യത്തിനും സംസ്ഥാനത്തിനും ജില്ലകൾക്കും മാതൃകയായ പോരാളികൾ. എന്തും സംഭവിക്കാം. ഉജ്ജ്വലമായ പോരാട്ടമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോരാളികളുടെ പോരാട്ടം, ചാമ്പ്യനെ തീരുമാനിക്കുന്ന പോരാട്ടങ്ങളുടെ മൂന്നാമത്തെ പോരാളികളുടെ പോരാട്ടം. സൗന്ദര്യമായ പ്രിയപ്പെട്ടവരെ, രണ്ട് ഭാഗത്തും നല്ല കൈയ്യടി കൊടുക്കുക, പ്രോത്സാഹിപ്പിക്കുക. പോരാളികളുടെ പോരാട്ടത്തിൽ നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ മനസ്സിലാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, കണ്ണും കാതും മനസ്സും പേര് നമ്പർ 1-ലേക്ക് റോഷനിലേക്കും ഷാജുവിലേക്കും പാലിച്ചുകൊണ്ട് ഇതാ മത്സരം ആരംഭിക്കാൻ വിസിൽനാളം തുടങ്ങുന്നു. രണ്ടുപേരും ഉജ്ജ്വല മത്സരത്തിന് പേർ കേട്ടു. പഞ്ചഗുസ്തി എന്നാൽ ഞങ്ങളാണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് തങ്ങളുടെ ക്ലാസുകളിൽ ആധിപത്യം പുലർത്തുന്ന ഉജ്ജ്വലമായ പോരാളികൾ. കൊല്ലത്തിന്റെ തേജസ്, എറണാകുളത്തിന്റെ മോനു തോമസ്. ആവേശകരമായ ഈ മത്സരം ഇതാ റഫറി തീരുമാനിച്ചിരിക്കുന്നു. റഫറി ഇപ്പോൾ ടേബിളിന്റെ ഇടതുഭാഗത്ത് കറുപ്പ് ജേഴ്സിയെ അണിനിരക്കുമ്പോൾ എറണാകുളത്തിന്റെ നീല ജേഴ്സിയെ മോനു തോമസ് ടേബിളിന്റെ വലതുവശത്ത് കൈക്കരുത്ത് പ്രദർശിപ്പിക്കാൻ, റഫറിയുടെ കോഡിനെ കേട്ടാൽ കൈയടിക്കാൻ, ടേബിളിൽ മുട്ടിക്കാൻ, വശ സൗന്ദര്യം നിർത്താൻ, നൃത്ത ചൂടുകൾ വയ്ക്കാൻ
2 ഒരു ഫൗൾ തേജസ്സിന് ലഭ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. യെസ്, ആവേശകരമായ മത്സരം. യെസ്, മത്സരിക്കുന്നത് കൊല്ലത്തിന്റെ തേജസ്, എറണാകുളത്തിന്റെ മോനു തോമസ്. നമുക്ക് മുന്നിൽ മുൻകാലങ്ങളിൽ കൈക്കരുത്തിന്റെ വശ്യ സൗന്ദര്യം തീർത്തവർ, 2 പേരും നാഷണൽ വിന്നർമാർ. ഒന്ന് നോക്കൂ, ഈ ഗെയിമിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവർ. Early start. First ball. ഇപ്പോൾ 2 പേർക്കും ഓരോ ഫൗൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. മത്സരം നിയന്ത്രിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ നോക്കിൽ, ഒപ്പം ചീഫ് റഫറി സമീർ ബിട്ടി. യെസ്, നോക്കാം. തൃശ്ശൂരിന്റെ മുൻകാലങ്ങളിൽ 2 പേരും നാഷണൽ ചാമ്പ്യനായിട്ടുള്ളതാണ് ഏഴു ഷാജു. പ്രായം മുന്നേറിയെങ്കിലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഏഴു ഷാജു ഇതാ തിരിച്ചാൽ എറണാകുളം. ഏഴു ഷാജു തിരിച്ചു എറണാകുളത്തിന്റെ തിരിച്ച. നമുക്ക് നോക്കാം ഈ പോരാട്ടം കൺകുളിർത്തെ കാണുക. പ്രിയമുള്ളവരെ, 2 താരങ്ങൾ നമ്മുടെ നാടിന്റെ പ്രധാന കഴിയുമോ എന്ന ഉജ്ജ്വലമായ പ്രയത്നത്തിൽ പോരാട്ടത്തിൽ 2 പേർ മാറ്റിവെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. പോരാളികളുടെ പോരാട്ടം. ആ പോരാട്ടത്തിൽ തോൽക്കാൻ മനസ്സില്ല എന്ന് പ്രഖ്യാപിച്ച് 2 പേർ. എന്റെ പ്രിയമുള്ളവരെ, അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത്, ഒരു ചെലവുമില്ലാതെ തന്നെ ഒരു സപ്പോർട്ട്, ഒരു കൈയടി, ഒരു ഇവർ തമ്മിൽ 2 പേരും ഒരു ടേബിളിൽ നേർക്ക് നേർ വന്നാൽ പ്രിയപ്പെട്ടവരെ പിന്നെ പറയല്ല, ആ മത്സരം തീപ്പൊരിയാണ്, തീപ്പറക്കും. ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഉജ്ജ്വലമായ പോരാട്ടം. കൊല്ലം നമുക്ക് നോക്കാം ആര് മുന്നേറുമെന്ന്. ഈ കപ്പും കൊണ്ട് ഞാൻ പോകുകയുള്ളൂ എന്ന് 2 പേരും പ്രഖ്യാപിക്കുമ്പോൾ നീ കപ്പൊക്കെ വാങ്ങിക്കാൻ വാ എന്ന് പറഞ്ഞ് മറ്റവൻ പോരാട്ടത്തിന്റെ സ്ഥിതി തെളിക്കുമ്പോൾ നമുക്ക് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ഞാൻ തന്നെ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച് 2 കായിക താരങ്ങൾ പ്രിയപ്പെട്ടവരെ എറണാകുളം കൊല്ലം നോക്കാം. നമുക്ക് ആര് വിജയിച്ചു എന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരാ, ഈ രാജ്യത്തിന്റെ പ്രിയപ്പെട്ടവരാ, കോപ്പണ്ണിയുടെ പ്രിയപ്പെട്ടവരാ, പോരാളികളുടെ പോരാട്ടം. കൊല്ലത്തിന്റെ തേജസ്, എറണാകുളത്തിന്റെ തിരിച്ച. നമുക്ക് നോക്കാം ആര് വിജയിച്ചു. ആവേശകരമായ മത്സരം നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരായ റഫറിമാരാണ്. ഒരു തെറ്റുകളും പറ്റാത്ത രീതിയിൽ തങ്ങളുടെ പ്രാവീണ്യം തെളിയിച്ചവർ 2 പേർ. മത്സരം അടുക്കുന്നു. കൊണ്ട് പോകാനാണെന്ന് പ്രഖ്യാപിച്ച് സ്റ്റീവ് തോമസ്. അപ്പുറത്ത് നമ്മുടെ കായൽ സുന്ദരിയായ അറബിക്കടലിന്റെ റാണിയായ എറണാകുളത്തിന്റെ മറൈൻ ഡ്രൈവിൽ നിന്നും വരുന്ന പ്രിയപ്പെട്ട എറണാകുളം. ഉജ്ജ്വലമായ പോരാട്ടം, ഉജ്ജ്വലമായ പോരാട്ടം. ആ പോരാട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നു. 2024-25 ചാമ്പ്യൻ തീരുമാനിക്കുന്ന
ആവേശകരമായ ഈ പോരാട്ടം സ്റ്റീവ് തോമസ് വയനാട്, തിരിച്ചാൽ എറണാകുളം. പോരാളികളാണെന്ന് തീരുമാനിക്കുന്ന, രാജാവാണെന്ന് തീരുമാനിക്കുന്ന, ചാമ്പ്യൻ ആരെന്ന് തീരുമാനിക്കുന്ന പോരാട്ടം. ആ പോരാട്ടം അപ്പുറത്ത് അറബിക്കടലിന്റെ റാണി എന്ന് അവകാശപ്പെടുന്ന എറണാകുളം കൊച്ചിയിലെ പ്രിയപ്പെട്ട പുത്രൻ സ്റ്റീവ് തോമസ് ഇപ്പോൾ ടേബിളിന്റെ പ്രധാന വേദിയിലെ ഇടതുഭാഗത്ത് അണിനിരന്നപ്പോൾ വലതുഭാഗത്ത് എറണാകുളത്തിന്റെ വെള്ള ജയിസികളിന്റെ നമ്മുടെ സ്റ്റീവ് തോമസ്, ഇടത്ത് നീല ജയിസികളിന്റെ നമ്മുടെ പ്രിയങ്കരനായ വലതുഭാഗത്ത്. ഇനി ഒരു മത്സരമുള്ളൂ. ചാമ്പ്യനെ മനസ്സിലാക്കാൻ അറിയാൻ പോകുന്ന ചാമ്പ്യൻ പോരാട്ടത്തിന്റെ ഫൈനൽ. പോരാട്ടത്തിൽ എല്ലാവരും ഒരു ആർപ്പ് വിളിച്ചത് അങ്ങനെ പറഞ്ഞു വെച്ചതാ. എൽബോ ഫോൾ. പുതിയ പുതിയ താരങ്ങൾ കടന്നു വരുന്നു, പുതിയ പുതിയ ചാമ്പ്യന്മാർ കടന്നു വരുന്നു, പുതിയ പുതിയ പേരുകൾ ഈ രാജ്യത്ത് ഉയർന്നു കേൾക്കുന്നു. നമുക്ക് നോക്കാം ആരാണ് ചാമ്പ്യനായി മാറുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, മാറ്റിവെക്കുന്നത് ഫൈനൽ മത്സരത്തിൽ മാറ്റിവെക്കുന്നത് ഇടതുഭാഗത്ത് സ്റ്റീവ് തോമസ് വയനാട്, വലതുഭാഗത്ത് എറണാകുളത്തിന്റെ ദിൽഷ. രണ്ടുപേരും പഞ്ചഗുസ്തിയെ ആവോളം സ്നേഹിച്ച് പഞ്ചഗുസ്തിയെ തന്റെ ജീവിതത്തിൽ സംഘടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ടുപേർ പ്രിയപ്പെട്ടവരെ കയ്യടിച്ച് സ്വീകരിക്കുക ഈ മത്സരത്തെ. സ്റ്റീവ് തോമസ്, സ്റ്റീവ് തോമസ് ഇപ്പോൾ നിമിഷാർത്ഥം കൊണ്ട് നമുക്ക് ചാമ്പ്യൻ തീരുമാനിക്കാം. ആവേശകരമായ മത്സരം. ഓക്കെ വയനാട്